ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിച്ച് വഞ്ചിച്ചു എന്ന പരാതിയിൽ കോൺഗ്രസ് നേതാവും എംഎൽഎയുമായ ടി സിദ്ദീഖിന്റെ ഭാര്യ എ ഷറഫുന്നീസയ്ക്കെതിരെ കേസ്. കോഴിക്കോട് നിധി ലിമിറ്റഡിന് കീഴിലെ ധനകാര്യ സ്ഥാപനമായ സ്വിസ് ബാങ്കിന്റെ പേരിൽ പണം തട്ടിയെന്ന പരാതിയിൽ നടക്കാവ് പോലീസാണ് കേസെടുത്തത്. കേസിൽ 4ാം പ്രതിയാണ് ഷറഫുന്നീസ. അതേസമയം കേസ് വ്യാജമാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ടി സിദ്ദീഖ് പറഞ്ഞു. കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി സബീന വി നൽകിയ പരാതിയിലാണ് നടക്കാവ് പോലീസ് കേസെടുത്തത്. പരാതിക്കാരിയോട് 13.5% പലിശ വാഗ്ദാനം ചെയ്ത് 2 ഘട്ടങ്ങളിലായി 5,65,000 രൂപ വാങ്ങി. എന്നാൽ പലിശയോ അടച്ച തുകയോ തിരിച്ചു കിട്ടിയില്ലെന്നും പരാതിയിൽ പറയുന്നു. 5 പ്രതികളുള്ള കേസിൽ 4ാം പ്രതിയാണ് ടി സിദ്ദീഖ് എംഎൽഎയുടെ ഭാര്യ ഷറഫുന്നീസ. വസീം തൊണ്ടിക്കോടൻ, റാഹില ബാനു, തൊണ്ടിക്കോട് മൊയ്തീൻകുട്ടി, ഷംന എന്നിവരാണ് മറ്റു പ്രതികൾ. എന്നാൽ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും വ്യാജമായി നിർമ്മിച്ചതാണെന്നും ടി സിദ്ദീഖ് എംഎൽഎ പറഞ്ഞു. 2022 ഡിസംബർ 8-ന് തന്റെ ഭാര്യ ഈ സ്ഥാപനത്തിൽ നിന്നും രാജിവെച്ചു. പിന്നെങ്ങനെ 2023-ൽ നടന്ന ഇടപാടിൽ അവർ പ്രതിയാകും? പരാതിക്കാരി CPMന്റെ മുൻ കൗൺസിലർ ആണെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ടി സിദ്ദീഖ് വ്യക്തമാക്കി. നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളും, ഒന്ന് വ്യാജ വാർത്ത കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, വ്യാജ പരാതി കൊടുത്തതുമായി ബന്ധപ്പെട്ട വിഷയം, വ്യാജ കേസുമായി ബന്ധപ്പെട്ട വിഷയം, ഈ 3 കാര്യത്തിലും നിയമ നടപടികൾ ആലോചിക്കും. ഇത് വ്യാജമായ കേസാണെന്നും MLA-ക്കൊപ്പം നിൽക്കുമെന്നും DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പറഞ്ഞു. ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ MLA-യുടെ ഭാര്യയുടെ ഒരു കേസെടുത്തത് രാഷ്ട്രീയപരമായി പകപോക്കാനും അപകീർത്തിപ്പെടുത്താനുള്ള ദുരുദ്ദേശം തന്നെയാണ്. ആ കാര്യത്തിൽ MLA നടത്തുന്ന പോരാട്ടത്തിൽ പാർട്ടി ഒപ്പം നിൽക്കും. സ്ഥാപനത്തിനെതിരെ നേരത്തെ തന്നെ പരാതിയുമായി ജീവനക്കാരും നിക്ഷേപകരും രംഗത്തെത്തിയിരുന്നു. 3000-ഓളം പേരിൽ നിന്നായി 20 കോടിയോളം രൂപയുടെ നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് സ്ഥാപനത്തിലെ ജീവനക്കാർ പറയുന്നത്. ജോലി വാഗ്ദാനം, ഡെയിലി ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നീ പേരുകളിലാണ് പണം സ്വീകരിച്ചിരുന്നത്. ഉന്നത രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ചാണ് നിക്ഷേപകരെ ആകർഷിച്ചതെന്ന ആരോപണവും ശക്തമാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്.